പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. സജീഷ് ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സജീഷ്, ഇപ്പോൾ പ്രധാനമന്ത്രി അജിത് ഡോവലുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. തുടർച്ചയായിട്ടുള്ള മീറ്റിംഗുകളാണ് അജിത് ഡോവലുമായി നടത്തുന്നത്. നേരത്തെ അജിത് ഡോവൽ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി സംസാരിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. സജീഷ്, അരുൺ, തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രാജ്യത്തെ നിലനിൽക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ അവലോകനത്തിനാണ് പ്രധാനമന്ത്രിയുമായിട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച നടത്തുന്നത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടിക്ക് മുതിർന്നു കഴിഞ്ഞാൽ ഇന്ത്യ എത്രത്തോളം ഇത് നേരിടാൻ സന്നദ്ധമാണ് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, രാജ്യത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി വിശദീകരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിരോധ സംവിധാനം അതിർത്തിയിൽ കര, നാവിക, വ്യോമസേനകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി വിശദീകരിക്കും. അതിർത്തിയിൽ വ്യോമസേനയുടെ പ്രത്യേക മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അറബിക്കടലിൽ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ സന്നദ്ധരായിട്ടുണ്ട്. കരസേനയും പ്രത്യേകമായിട്ട് എല്ലാ വിങ്ങുകളിലും എല്ലാ മേഖലകളിലും പ്രത്യേകമായി ആർട്ടിലറി തുറക്കുകയും യുദ്ധ സന്നാഹം നേരിടാൻ തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗിൽ പ്രധാനമന്ത്രിയെ ഡോവൽ ധരിപ്പിക്കും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തിൻ്റെ അണുവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനോട് എല്ലാതരം സാഹചര്യങ്ങളെയും നേരിടാൻ സന്നദ്ധമായിരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആണവായുധ പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാകിസ്ഥാൻ കടന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് രാജ്യം കടക്കുന്നു എന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. ഏതായാലും കൃത്യമായ നിരീക്ഷണം, ജാഗ്രതാ നിർദ്ദേശമെല്ലാം തന്നെ രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്, പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. ഓക്കെ സജീഷ്, അപ്ഡേറ്റുകളുമായി തുടരുക. സജീഷും